പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഫോസിന്റെ മോട്ടിവേഷണൽ ടോക്കിലേക്ക് സ്വാഗതം. സുപ്രസിദ്ധ ഡെൻമാർക്ക് ഫിലോസഫറായിരുന്ന സോറൻ കിർക്കെഗാർഡിന്റെ ഭാഷയിൽ അന്ധകാരത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടം പോലെയാണ് ദൈവവിശ്വാസം. മുന്നിലുള്ളതിനെയും സംഭവിക്കാൻ പോകുന്നതിനെയും കുറിച്ച് യാതൊരു വ്യക്തതയും ഇല്ലാതെ ഇരിക്കുമ്പോഴും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന എന്തിനേയും ദൈവിക പദ്ധതിയുടെ ഭാഗമായി കണ്ടുകൊണ്ട് ജീവിക്കാൻ ഒരാൾക്ക് കഴിയുക എന്നതാണ് വിശ്വാസം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ, അവരുടെ മേലുള്ള ദൈവ പരിപാലനയുടെ ഭാഗമാകാം, ഒരുപക്ഷെ മറിച്ചു. അങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ അത് ഒരുപക്ഷെ എന്തെങ്കിലും ദുരന്തങ്ങളാണെങ്കിൽ പോലും ദൈവിക പദ്ധതിയുടെ ഭാഗമായി അവയെ മനസ്സിലാക്കാനും സമീപിക്കാനും നമുക്ക് കഴിയുമെങ്കിൽ ജീവിതം കുറെ കൂടി ആസ്വാദ്യകരമായി തീർന്നേക്കാം. എൻ്റെ ജീവിതത്തിലുണ്ടായ നിരവധി കാര്യങ്ങൾ മറ്റുള്ളവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുണ്ടായ ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സ്കൂളിൽ പ്രിൻസിപ്പലായി ജോലി തുടങ്ങി 2 വർഷത്തിന് ശേഷം ആ ജോലിയോട് ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വന്നപ്പോൾ ഒരു സ്ഥലം മാറ്റം വേണമെന്ന് അധികാരികളോട് ആവശ്യപ്പെട്ടു. തുടർന്ന് കർണാടകയിലെ ഒരു ഇന്ത്യൻ ധ്യാന കേന്ദ്രത്തിലേക്കാണ് എനിക്ക് സ്ഥലം മാറ്റം ലഭിച്ചത്. അവിടെ ചെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സാധാരണക്കാർക്ക് വേണ്ടി നടത്തിയ ധ്യാന പരിപാടിയിൽ സംബന്ധിക്കുവാൻ ഒരു അമ്മയും അവരുടെ ഏക മകളും വരികയുണ്ടായി. ഏതാനും ദിവസങ്ങൾ അവർ അവിടെ ഉണ്ടായിരുന്നതിനാലും മലയാളികളായിരുന്നതിനാലും അവരുമായി കൂടുതൽ സൗഹൃദപരമായി സംസാരിക്കാൻ അവസരമുണ്ടായി. അപ്പോഴാണ് ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ വളരെ നിരാശാജനകമായ ചില കാര്യങ്ങൾ അറിയാൻ ഇടവന്നത്. അവരുടെ കുടുംബം കുറേ കാലമായി വിദേശത്തായിരുന്നു. MBBS പഠനം പൂർത്തിയാക്കിയ ആ കുട്ടിയെ വളരെ ആർഭാടമായി മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ചു. എന്നാൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട ഭർത്താവുമായി ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ആ കുട്ടി വിവാഹമോചനം നേടി. തുടർന്ന് കർണാടകയിലെ പ്രസിദ്ധമായ ഒരു മെഡിക്കൽ കോളേജിൽ PGക്ക് ചേർന്നു. പാപി ചെല്ലുന്നിടത്ത് പാതാളം എന്ന് പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായി ജീവിതത്തിലുണ്ടായ പ്രതികൂല സാഹചര്യങ്ങളും വിവാഹമോചനവുമൊക്കെ ഉണ്ടാക്കിയ വേദനയിലും ഒറ്റപ്പെടലിലും അകപ്പെട്ടിരുന്ന ആ കുട്ടിയുടെ ജീവിതത്തിൽ അവരുടെ HODയുടെ രൂപത്തിൽ മറ്റൊരു ദുരന്തം കൂടി കടന്നു വന്നു. സാമാന്യം നല്ല സൗന്ദര്യമുണ്ടായിരുന്ന ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും ലൈംഗികമായി ചൂഷണം ചെയ്യാൻ അയാൾ ഒത്തിരി ശ്രമിച്ചു. പക്ഷേ അതിന് വഴങ്ങി കൊടുക്കാതിരുന്നതിൻ്റെ വൈരാഗ്യം തീർത്തത് പ്രാക്ടിക്കൽ പരീക്ഷയിൽ അവളെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു. നന്നായി പഠിച്ചിരുന്നതിനാൽ PGക്ക് തോൽക്കാൻ ഇടവന്നത് മുതൽ ജീവിതത്തോട് തന്നെ വിരസതയായി, നിരാശയായി, ഡിപ്രഷനായി. 24 മണിക്കൂറും അവളോടൊപ്പം ആയിരുന്നു കൊണ്ടാണ് ആ കുട്ടിയെ ആത്മഹത്യയിൽ നിന്ന് അമ്മ സംരക്ഷിച്ചു പോന്നത്. ഈ കാര്യങ്ങൾ എന്നോട് പങ്കുവയ്ക്കാൻ അവളുടെ അമ്മയ്ക്ക് പ്രേരണയുണ്ടായത് ദൈവഹിതമാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ അർപ്പിക്കുന്ന ദിവ്യബലിയിൽ അവൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ് ഈ കാര്യങ്ങളൊക്കെ അമ്മ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഉണ്ടായ ഒരു വെളിപാട് കണക്ക് ഞാൻ അവരോട് പറഞ്ഞു, ഇതിങ്ങനെ വിട്ടുകളയരുത്. പ്രാക്ടിക്കൽ പരീക്ഷ വീണ്ടും നടത്തേണ്ടത് അതേ കോളേജിൽ തന്നെ ആയതുകൊണ്ട് തൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാതെ മോഹഭംഗവുമായി കഴിയുന്ന HOD ഇനിയും അവളെ തോൽപ്പിച്ചേക്കാം. അതിനുള്ള പരിഹാരം കോടതി ഇടപെടൽ മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കോടതിയെ സമീപിക്കൂ എന്ന് അവരോട് ആവശ്യപ്പെട്ടു. ആദ്യമൊന്നും അതിനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല. കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് കൂടിയായ അഡ്വക്കേറ്റ് ഇന്ദിര AVയോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. അവരും വളരെയധികം ധൈര്യം നൽകുകയും അവർക്ക് പരിചയമുള്ള കർണാടക ഹൈക്കോടതിയിലെ ഒരു സീനിയർ അഡ്വക്കേറ്റ് വഴിയായി ആ കോടതിയിൽ കേസ് കൊടുക്കുകയും ആവശ്യമായ പേപ്പർ വർക്ക്സ് ചെയ്തു കൊടുക്കുകയുമൊക്കെ ചെയ്തു. അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കോടതി ആ കുട്ടിക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചു. വീണ്ടും പ്രാക്ടിക്കൽ പരീക്ഷ നടത്താനും അതിനുവേണ്ടിയുള്ള 3 പേരുടെ പാനലിലെ 2 എക്സ്റ്റേണൽ എക്സാമിനേഴ്സിനെ അവർക്ക് തന്നെ കണ്ടെത്താമെന്നും HODക്ക് ഈ പരീക്ഷയിൽ സംബന്ധിക്കുവാനോ ഇടപെടാനോ പാടില്ലെന്നും ആ കുട്ടിയുടെ പരീക്ഷ നടത്തിയതിനു ശേഷം മാത്രമേ ആ വർഷത്തെ PG പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ എന്നും വിധിയുണ്ടായി. ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിലെ പ്രസിദ്ധനായ ഒരു ഡോക്ടർ എൻ്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹം വഴിയായി ആ മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു പ്രൊഫസറെ പരീക്ഷയ്ക്ക്
എക്സ്റ്റേണൽ എക്സാമിനറായി ലഭിച്ചു. കൂടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു ഡോക്ടറേയും ലഭിക്കുവാനിടയായി. വീണ്ടും പ്രാക്ടിക്കൽ പരീക്ഷ നടത്തി. നല്ല രീതിയിൽ ആ കുട്ടി പരീക്ഷ പൂർത്തിയാക്കി. തുടർന്ന് PGയുടെ ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ കർണാടക മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 2ാം റാങ്കോടുകൂടി ആ കുട്ടി PG പാസ്സാവുകയും നിലവിൽ ഓസ്ട്രേലിയയിൽ ഉപരിപഠനം നടത്തുകയുമാണ്. പ്രസിദ്ധമായ ആ കോളേജിനും കർണാടക മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കുമെതിരെ ഒരാൾ കേസ് കൊടുക്കാൻ ധൈര്യം കാണിച്ചതിനെ തുടർന്ന് ആ കുട്ടിയെപ്പോലെ നീതി നിഷേധിക്കപ്പെടുകയും അതേസമയം പ്രതികരിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തിരുന്ന നിരവധി പേർ ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയും കോടതിയെ സമീപിക്കുകയും അതുവഴി അവിടെയുണ്ടായിരുന്ന പല അനീതികൾക്കും അന്ത്യമുണ്ടാവുകയും ചെയ്തു. കർണാടകയിലെ ആ ധ്യാന കേന്ദ്രത്തിലേക്ക് എനിക്ക് സ്ഥലമാറ്റം ലഭിച്ചതും അവർ ധ്യാനത്തിൽ സംബന്ധിച്ചതും ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടാനും അവർ അനുഭവിച്ച ഹൃദയവേദനകൾ എന്നോട് തുറന്നു പറയാൻ ആ കുട്ടിയുടെ അമ്മയ്ക്ക് തോന്നിയതും അവരെ നിർബന്ധിച്ച് കേസ് കൊടുപ്പിക്കാനും അനുയോജ്യരായ വക്കീൽമാരുമായി ബന്ധപ്പെടാൻ ഇടവന്നതുമൊക്കെ ആ ഒരു കുടുംബത്തിൻ്റെ കൂട്ട ആത്മഹത്യയിൽ നിന്നും അവരെ രക്ഷിക്കാനും ഒരു നല്ല ഡോക്ടറായി സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ ആ കുട്ടിക്ക് അവസരം ലഭിക്കാനും വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് ആ വീട്ടുകാരും ഞാനും സത്യമായും വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ അതൊരു പക്ഷേ നമുക്ക് അപ്രിയമായിരുന്നാൽ തന്നെയും അവ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രത്യാശയുടെ ഒരു തിരിനാളമായി തീരാൻ ദൈവം ഇടവരുത്തിയേക്കാം. മറിച്ച് നടക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കാനും അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ശ്രമിക്കുക. ഏതൊരു സംഭവവും ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന തിരിച്ചറിവ് ഉണ്ടാവുക. ധൈര്യവും പ്രത്യാശയും നഷ്ടപ്പെടാതെ ജീവിതത്തിലെ അനിഷ്ടങ്ങളെപ്പോലും ഒരു ആഘോഷമാക്കി മാറ്റാനും എപ്പോഴും ഒരു പോസിറ്റീവ് വൈബോടുകൂടി മുന്നോട്ട് പോകാനും ഉറച്ചു തീരുമാനിക്കുക. തീർച്ചയായും നമുക്ക് ഏറെ മുന്നോട്ട് പോകാനുണ്ട്, വിജയങ്ങൾ നേടിയെടുക്കാനുണ്ട്. അത് സാധ്യമാകുന്നതുവരെ പോരാടുക. എന്നെ ശ്രവിക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ.